ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചി മഹിമയ്ക്ക് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട്. മഹിമ ഭയങ്കര അഹങ്കാരത്തോടു കൂടി സഹായിക്കാൻ എന്ന ഭാവേന കുത്തിത്തിരിപ്പിനായിട്ട് എത്തുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രോദയത്തിൽ. അങ്ങനെ എത്തുന്ന മഹിമയെ ചോദ്യം ചെയ്ത് ആ ചന്ദ്രോദയത്തിൽ നിന്ന് ആട്ടിയിറക്കി വിടുകയാണ് നമ്മുടെ സച്ചി ചെയ്യുന്നത്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രവി തീരുമാനിക്കുകയാണ് കേട്ടോ, എന്തായാലും റൂം പണിയണം. കാരണം 2 റൂമേ താഴെയുള്ളൂ. അങ്ങനെയാകുമ്പം ഒരു റൂം ചന്ദ്രയ്ക്കും രവിക്കും കൂടി വേണം. അതുപോലെ മറ്റൊരു റൂം സുധിക്കും ശ്രുതിക്കും, അതുപോലെ വർഷയ്ക്കും ശ്രീകാന്തിനും. പിന്നെ റൂമില്ലാത്തത് സച്ചിക്കും രേവതിക്കുമാണ് കേട്ടോ. അതിൻ്റെ പേരിൽ സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, മൂത്തയാൾക്കും അതുപോലെ ഇളയാൾക്കും റൂമുണ്ട്, നടുക്കുള്ള എനിക്ക് മാത്രം റൂമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പരിഭവം പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഇനി ഇവിടെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് സപ്പറ മഞ്ചത്തെ കിടത്താനായിരിക്കും, ദരിദ്രവാസി തറയിലെങ്ങാനും പാവിരിച്ച് കിടക്കട്ടെ എന്ന് പറയുക. അപ്പം സച്ചി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള വർത്തമാനം എൻ്റെ രേവതിയെക്കുറിച്ച് പറയരുതെന്ന് പറയണേ. അവൾ എത്ര പാവപ്പെട്ട വീട്ടിലെ ആണെങ്കിലും എത്ര ദരിദ്രവാസിയാണെങ്കിലും ഇന്ന് അവൾ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഞാൻ താമസിക്കുന്നിടത്ത് അവൾക്കൊരിടം ഉണ്ടെന്ന് പറയാം. രേവതിയും പറയുന്നുണ്ട്, എനിക്ക് തറയിൽ പാവിരിച്ച് കിടന്നാലും അതുപോലെ ടെറസിൻ്റെ മുകളിൽ കിടന്നാലും ഒരു പ്രശ്നവുമില്ല. കാരണം സച്ചിയേട്ടൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ നമ്മുടെ രേവതിയും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ രവി തീരുമാനിക്കുകയാണ് കേട്ടോ, എന്തായാലും സച്ചിക്കും രേവതിക്കും കൂടി ഒരു റൂം പണിയണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് രവി എല്ലാവരെയും വിളിച്ചിങ്ങനെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഇപ്പം സംസാരിക്കുമ്പം സുധി എപ്പോഴും പറയുന്നുണ്ട് അവൻ വലിയ ബിസിനസ്സുകാരനാണ്, ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് വീട്ടിൽ വന്ന് മനസ്സമാധാനത്തോടെ അവന് ഉറങ്ങണമെന്ന്. അങ്ങനെയൊക്കെ പറയുമ്പോഴും നീ വീട്ടിലേക്ക് എത്ര രൂപ ചെലവിന് തരുന്നുണ്ടെന്ന് ചോദിക്കുക രവി. അപ്പോൾ പറയുന്നുണ്ട് സുധി, അതെന്താ വെച്ചാൽ അങ്ങനെ ചോദിക്കുന്നത്, ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടിയല്ലേ നടത്തുന്നത്, പിന്നെ ഇപ്പം ഞാൻ എത്ര രൂപയാണ് തരുന്നതെന്ന് അച്ഛനെന്താ ഇപ്പം ചോദിക്കാൻ കാരണം. അപ്പം ഉടനെ തന്നെ പറയാണ് രവി, അല്ല നീ വലിയ ബിസിനസ്സുകാരനും ഒരുപാട് രൂപ ഉണ്ടാക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് രൂപ നിനക്ക് വരുമാനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് പിന്നെ നീ എത്ര രൂപ തരുന്നുണ്ടെന്നുള്ളതിന് കണക്ക് വേണ്ടേന്ന് ചോദിക്കുക. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, അങ്ങനെ ചോദിക്കേ, ഇവൻ എന്താ വീട്ടിൽ തരുന്നത്, ഇവനൊരു കുന്തവും തരുന്നില്ല, ഇപ്പോഴും ഞാൻ തരുന്നത് കൊണ്ടല്ലേ ഇവിടെ ചിലവ് കഴിയുന്നത്, അതുപോലെ അച്ഛൻ്റെ പെൻഷനും നീ തരുന്നതിനൊന്നും ഒരു കണക്കുമില്ലല്ലോ. അപ്പോൾ രവിയും പറയാം, അത് പറഞ്ഞത് ശരിയല്ലേ, കാരണം എന്താണെന്ന് വെച്ചാലേ ഇവിടെ നിങ്ങൾ 3 പേരും കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്, 3 പേരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 പേരും വീട്ടിൽ തരുന്ന പണത്തിന് കണക്കും വേണ്ടേന്ന് ചോദിക്കുക. അപ്പോൾ എത്ര രൂപ വെച്ച് അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് എന്നോട് പറയണമെന്ന് പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി പോയി ഒരു പേപ്പറും പേനയൊക്കെ എടുത്തുകൊണ്ട് വന്നേ, ഇതൊന്ന് എഴുതി വെക്കട്ടെ എന്ന് പറയാം. അങ്ങനെ രേവതി പേപ്പറും പേനയൊക്കെ എടുത്ത് രവിക്ക് കൊണ്ട് കൊടുക്കുക. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് സുധിയോട്, സുധി എത്ര രൂപ നീ തരും ചിലവിനെന്ന് ചോദിക്കുമ്പോൾ സുധി അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി കൈകൊണ്ട് കാണിക്കുന്നുണ്ട് 8 8,000 രൂപ കൊടുക്കുമെന്ന് പറയാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കാണുന്നത് 5 അപ്പോൾ പറയുന്നുണ്ട് 5,000 എന്ന് പറയുമ്പം 5,000മോ എന്ന് ചോദിക്കുക, അല്ല 8,000 എന്ന് പറയുക. അങ്ങനെ ശ്രുതി പറഞ്ഞ അനുസരിച്ച് 8,000 രൂപ കൊടുക്കാമെന്ന് പറയുകയാണ് നമ്മുടെ സുധി. അത് സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി 10,000 രൂപ തന്നേക്കാമെന്ന് പറയുക. അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട് 10,000 രൂപ ഞാനും തന്നേക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛാ ഞാനും ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഞാനും ചെറിയ പൂക്കച്ചവടമൊക്കെ നടത്തുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനും എന്തെങ്കിലും പണം തരാമെന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയുക, അവൾ വലിയ പണക്കാരി എന്ന് പറഞ്ഞാൽ എന്തൊരു ബിസിനസ്സാണ് നടത്തുന്നതെന്ന് കണ്ടില്ലേ, വേറൊരു 2-3 ചക്രത്തിൻ്റെ പൂ വിൽക്കും, അതിനാണ് ഈ ഗമ പറയുന്നത്. അപ്പോൾ രേവതി പറയാണ്, അതിന് ഗമ പറഞ്ഞതല്ല, അതിൻ്റെ ഒരു വിഹിതം കൂടി ഞാൻ ഈ വീട്ടിലേക്ക് തരാൻ തയ്യാറാന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, വേണ്ട മോളെ, അത് നീ തരണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ സച്ചി തരുന്നുണ്ടല്ലോ 10,000 രൂപ, അത് മതി. അപ്പോൾ രേവതി പറയാം, അതങ്ങനെയല്ല, എനിക്കും വരുമാനം ഉണ്ടല്ലോ ഈ വീട്ടിൽ, അപ്പം ഞാൻ തരണ്ടേന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ ചന്ദ്ര പറയും, ഇപ്പം നീ പറഞ്ഞതിൻ്റെ ധ്വനി എനിക്ക് മനസ്സിലായി, നിനക്കും ഈ വീട്ടിൽ വരുമാനമുണ്ട്, അപ്പോൾ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം വരുമാനമുണ്ട്, എനിക്ക് മാത്രം ഒരു വരുമാനം ഇല്ലെന്നല്ലേ നീ ഉദ്ദേശിച്ചത്.
അപ്പോൾ ഉടനെ തന്നെ രേവതി പറയാം, അയ്യോ അമ്മ അങ്ങനെയല്ല, അമ്മയ്ക്ക് വരുമാനം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മ വലിയ ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങിയിട്ടില്ലേ, കുട്ടികളൊക്കെ വരും, ഡാൻസ് സ്കൂളിൽ നിന്ന് ഫീസ് കിട്ടില്ലേ, അത് അമ്മയ്ക്ക് വരുമാനമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാം, എൻ്റെ പൊന്നു രേവതി, നീ ആ ഡാൻസ് സ്കൂളിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുക. പിള്ളേരില്ലാത്ത ഡാൻസ് സ്കൂളിൽ ടീച്ചർ മാത്രമുണ്ട്, പിന്നെ എങ്ങനെ അവിടുന്ന് വരുമാനം കിട്ടും എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയാം, എടാ വീണ്ടും നീ എന്നെ പരിഹസിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ രേവതി 2000 കൊടുക്കാമെന്ന് പറയുമ്പം നമ്മുടെ വർഷയും പറയാണ് കേട്ടോ, ഞാനും തരാൻ പണം, ഞാനും ഒരു 5000 രൂപ തരാമെന്ന് പറയാം. അപ്പോൾ 5000 രൂപ കൊടുക്കാമെന്ന് നമ്മുടെ ശ്രുതിയും പറയാണ്. അങ്ങനെ ഇവർ ഇത്രയൊക്കെ രൂപ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇതെല്ലാം രവി എഴുതി വെക്കുക. അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ എഴുതി വെക്കുന്നത്, ഇങ്ങനെ എല്ലാവരും തരാറുള്ളതല്ലേ, ഇതിനൊക്കെ ഇപ്പോൾ കണക്ക് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രവി പറയുക, അതൊരാവശ്യമുണ്ട്, അതുകൊണ്ടാണ്, അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ 3 പേരും കൂടെ എന്നിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. സച്ചിയും അതുപോലെ തന്നെ ശ്രീകാന്തും ശ്രുതിയും കൂടി ടെറസിൻ്റെ മുകളിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, എന്തിനായിരിക്കും അച്ഛനിപ്പം ഇങ്ങനെ പണമൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് എന്ന് പറയുക. അപ്പോൾ ശ്രുതി പറയാം, വെറുതെ വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾക്ക് ബിസിനസ്സിന് എന്തെല്ലാം ചിലവുണ്ടെന്ന് അറിയാമോ, അതിൻ്റെ കൂടെ അച്ഛൻ ഇനി കൃത്യമായിട്ട് 10000 രൂപ ഞാനും 5000 രൂപ ശ്രുതിയും കൊടുക്കണം. എന്തിനാണോ അച്ഛൻ ഇപ്പോൾ ഇതൊക്കെ വാങ്ങുന്നത്, അച്ഛൻ്റെ പെൻഷൻ കിട്ടുന്നില്ലേ, അതുകൊണ്ടൊക്കെ അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നു, അച്ഛൻ എന്തിനാണെന്ന് നമ്മളോട് പറയുന്നുമില്ലല്ലോ. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാം, എടാ അച്ഛൻ എന്തിനാ ഈ പണം ചോദിക്കുന്നതെന്ന് നിനക്ക് അറിയുക തന്നെ വേണമല്ലേ, എടാ നമ്മൾ ചെറുപ്പത്തിൽ ചോദിക്കുമ്പോഴെല്ലാം അച്ഛൻ പണം എടുത്ത് തന്നിട്ടില്ലടാ, അപ്പം അങ്ങേര് ചോദിച്ചിട്ടുണ്ടോ നിന്നോട്, എന്തിനാടാ ഇത്, എന്താണിത്, എവിടുന്നാടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ, നീ ചോദിച്ചിട്ടുണ്ടോ അച്ഛനോട്, അച്ഛൻ എവിടുന്ന ഈ പണം എന്ന്? പിന്നെ കുടുംബത്തിലെ ആവശ്യത്തിന് അങ്ങനെ ഒരു കണക്ക് വച്ചിട്ടുണ്ടെങ്കിലേ അതെല്ലാവരും കൊടുക്കാൻ ബാധ്യതയാണ് ഉള്ളവരാ, അച്ഛൻ അങ്ങനെ വെറുതെ ഒന്നും ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയാം. അങ്ങനെ അവരവിടെ ഒരു തർക്കമൊക്കെ ഉണ്ടാകാണ്. അതേസമയം പിറ്റേ ദിവസം രാവിലെ കുറച്ച് പേര് വരികയാണ് ചന്ദ്രോദയത്തിലേക്ക്. അപ്പോൾ നമ്മുടെ ചന്ദ്രവാതക നിൽക്കുമ്പോഴാണ് ഇവർ വരുന്നത്. ഒരു കോൺട്രാക്ടറും കുറേ പണിക്കാരും വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുക, രവിയേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പം ചന്ദ്ര പറയാണ്, ഇവിടെ ഉണ്ടല്ലോ, എന്താ, അല്ല ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്, എവിടെയാ റൂം പണിയുന്നത്, മുകളിലാണോ, ഞാൻ മുകളിൽ കയറി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ മുകളിലേക്ക് കയറി പോവുക. അപ്പോൾ ചന്ദ്ര എന്ന ശ്രുതിയോട് പറയുകയാണേ, അതെ ശ്രുതി, കോൺട്രാക്ടറും പണിക്കാരും ഒക്കെ വന്നിട്ടുണ്ട്, അച്ഛൻ വിളിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നതേ ആ സച്ചിക്ക് രേവതിക്ക് മുറി പണിയാനാണെന്ന് തോന്നുന്നു, എന്താണെന്നിട്ട് പറഞ്ഞിട്ടുമില്ലല്ലോ, നമുക്ക് ചെന്നിതൊന്ന് അന്വേഷിക്കണ്ടേ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരോടും ഇത് സംസാരിക്കും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തായിരിക്കും അച്ഛൻ്റെ പ്ലാന് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവർ മുകളിലേക്ക് ചെല്ലുമ്പം അവിടെ കോൺട്രാക്ടർ റൂം പണിയാനുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് പറയാണ്, ഇവിടെ റൂം പണിയാൻ ഒരു 5 ലക്ഷം രൂപയാകും എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് 5 ലക്ഷം രൂപയോ, 5 ലക്ഷം രൂപയുടെ റൂം തന്നെ പണിയണോ നിങ്ങൾക്കെന്ന് ചോദിക്കുക. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ശരി, എല്ലാം കണക്കൊക്കെ നോക്കിയല്ലോ, പണിയാറാവുമ്പോൾ ഞങ്ങൾ വിളിക്കാം, പണം ആകുമ്പോഴത്തേക്കും റൂം പണിയാൻ വേണ്ടി വിളിക്കാമെന്ന് പറയാം. അങ്ങനെ കോൺട്രാക്ടർ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പോഴേക്കും ചോദിക്കുക നമ്മുടെ ചന്ദ്ര രവിയോടെ, ഇപ്പോൾ നിങ്ങൾ 5 ലക്ഷം രൂപ മുടക്കി റൂം പണിയാൻ പോവാണോ, അതും ഇവനും ഇവക്കും വേണ്ടിയിട്ടോ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? സത്യം പറഞ്ഞാൽ എവിടെ ഇരിക്കുന്ന 5 ലക്ഷം രൂപ എടുത്ത് റൂം പണിയാനായിട്ട്? 5 ലക്ഷം രൂപയുടെ റൂമിലൊക്കെ ഇവള് കിടക്കുള്ളോ, വെറും ദരിദ്രവാസി, ഇവൾ ഏതെങ്കിലും തറയിലോ വഴിയിലോ കടത്തിണ്ണയിലോ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളും എന്നും പറയുമ്പം രേവതി പറയാം, അമ്മേ വേണ്ടാത്ത കാര്യങ്ങളൊന്നും എന്നെ പറയാൻ വരണ്ട, നിങ്ങൾ റൂം പണിതാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല, എവിടെ വേണേലും ഞാൻ കിടന്നോളാം, പക്ഷേ ഇങ്ങനെ മോശമായിട്ട് എന്നെ അഭിസംബോധന ചെയ്യരുതെന്ന് പറയാണ് രേവതി. അപ്പം സച്ചി അങ്ങോട്ട് കയറി ഇടപെടും, ഒരുമാതിരി മറ്റേ വർത്താനം പറഞ്ഞുകൊണ്ട് വരരുത് കേട്ടോ, എന്താ ഇപ്പം നിങ്ങൾ പറഞ്ഞത്, അവൾ എവിടെയെങ്കിലും കിടന്നോളുന്നു, അങ്ങനെ എവിടെയെങ്കിലും കിടക്കാനുള്ളവളല്ല ഇവള്, ഈ വീട്ടിലെ മരുമകളാണ് അവൾ, മറ്റുള്ള മരുമക്കൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യവും നിങ്ങൾ അവൾക്ക് കൊടുക്കുന്നില്ല, പക്ഷേ അവൾക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്, ഞങ്ങൾ റൂം പണിയുകയും ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യും എന്നൊക്കെ പറയാം. അപ്പോൾ സച്ചി പറയാം, പിന്നെ ഇത്രയും പണം എടുത്ത് റൂം പണിയാൻ, ആ പണം ഉണ്ടെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ ഇറക്കുകയാണെങ്കിൽ ഇരട്ടി ലാഭം ഉണ്ടാക്കാമായിരുന്നു എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, നിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യമൊന്നും കൂടുതൽ എന്നോട് വർത്താനം പറഞ്ഞുകൊണ്ട് വരല് കേട്ടോ, മിണ്ടാതിരുന്നോണം, ഏതായാലും ഇവിടെ റൂം പണിയാൻ അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും, അതിനാലും ഇടങ്കോളിട്ട് വരണ്ട, അല്ലെങ്കിലും ഇവിടെ മറ്റ് 2 പേർക്ക് റൂമുണ്ട്, ഞങ്ങൾക്കല്ലേ ഇല്ലാതുള്ളൂ, ഞങ്ങളുടെ റൂം എന്തായാലും പണിയണമെന്ന് പറയുകയാണ്. അങ്ങനെയൊക്കെ പറയുമ്പം രവി പറയുന്നുണ്ട്, ഇവിടെ കിടന്ന് ആരും വഴക്ക് പിടിക്കാനൊന്നും പോകണ്ട, കുറച്ച് പണം കൂടി ആയി കഴിയുമ്പോഴേക്കും റൂം പണിയുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കും, അതുകൊണ്ട് ഇപ്പം എല്ലാവരും പിരിഞ്ഞു പോകാൻ പറയാം.
അങ്ങനെ അവിടെ ഒരു കശപിശയും വഴക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പണം കയ്യിലില്ലല്ലോ, അതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും ഈ വിവരം നമ്മുടെ വർഷ വിളിച്ചിട്ട് മഹിമയോട് പറയുന്നുണ്ട് കേട്ടോ. വർഷ വേറൊന്നും വിചാരിച്ചിട്ട് പറയുന്നതല്ല. വർഷ പറയുന്നുണ്ട്, ഇവിടെ ചന്ദ്രോദയത്തിൽ സച്ചിക്കും രേവതിക്ക് റൂം ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി, അതുകൊണ്ട് റൂം പണിയാൻ വേണ്ടിയിട്ട് പണം അന്വേഷിക്കുകയാണ്. അച്ഛൻ കോൺട്രാക്ടറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പണമില്ല, ലോൺ എടുക്കുന്നതിന് ആരും സമ്മതിക്കുന്നില്ല. അച്ഛൻ ഇപ്പം പെൻഷനായിട്ട് ഇരിക്കുമ്പോൾ ഇനി ലോണൊക്കെ എടുത്ത് ആ ബാധ്യത കൂടി തലയിൽ കയറ്റി വയ്ക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പം മഹിമ ഇത് കേട്ടിട്ട് പറയും, ഇനി ഒരു റൂം പണിയാനായിട്ട്, അല്ലെങ്കിലും രവി പെൻഷനായിട്ട് ഇരിക്കുന്ന അങ്ങേര് ഇനിയും ബാധ്യതയൊക്കെ വരുത്തി വെച്ചാൽ എങ്ങനെയാ റൂം പണിയാൻ എന്നൊക്കെ ചോദിക്കുമ്പം വർഷ പറയുന്നുണ്ട്, അത് അമ്മേ ഞങ്ങളെല്ലാവരും മാസം മാസം പണം കൊടുക്കുന്നുണ്ട്, അതിൽ നിന്ന് മിച്ചം വച്ചിട്ട് പണിയാനാണെന്ന് പറയാം. അപ്പം മഹിമ പറയാം, ഇനി അത് മിച്ചം വച്ചിട്ട് എന്നൊരു കാലത്ത് പണിയാനാ റൂം, 10 15 വർഷം കഴിഞ്ഞ് പണിയാനാണോ? അന്നേരം എല്ലാവരുടെയും മൂക്കി പല്ല് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കളിയാക്കി ഫോണൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കുമാണ് മഹിമയുടെ ഭർത്താവ് മധുസൂദനൻ നായർ വന്നിട്ട് ചോദിക്കുക, എന്താ മഹിമേ, നിന്നെ എന്ന് ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയാം, അത് മോളാ, വർഷമോള്. എന്താ വിശേഷം, എന്തോ റൂം പണിയുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയാൻ. അതാ ചന്ദ്രോദയത്തിൽ റൂം പണിയാനായിട്ട് മുകളിലത്തെ നിലയിൽ സച്ചിക്കും രേവതിക്കും വേണ്ടിയിട്ട്. അവർക്കിപ്പോൾ അവിടെ റൂമൊന്നുമില്ലല്ലോ, വെറും പുറമ്പോക്കുകളല്ലേ, അവൻ്റെ അഹങ്കാരം അത്രയ്ക്കൊന്നും അല്ല, എന്നാലും അവിടെ ഒരു സ്ഥാനവും അവനും ഇല്ല. അങ്ങനെയുള്ളപ്പം ഇനി ആ രവി മുകളിൽ റൂം പണിയാൻ തീരുമാനിച്ചെന്നാ പറഞ്ഞത് മോള്, അതിനുള്ള പണം രവിയുടെ കയ്യിൽ ഇല്ല എന്ന് പറയാണ്. അപ്പം മധുസൂദനൻ പറയുന്നുണ്ട്, പണം ഇല്ലെങ്കിൽ നന്നായി, റൂം പണിയണ്ട, ആ സച്ചിക്ക് രേവതിക്ക് റൂം പണിയണ്ട. താൻ ആ AC വാങ്ങിച്ച് കൊടുത്തു വിട്ടപ്പം സച്ചി എന്താ പറഞ്ഞത്, തന്നെ ഒരുപാട് നാണം കെടുത്തിയില്ലേ, നമ്മളെ നാണം കെടുത്താവുന്നിടത്ത് എല്ലാം നാണം കെടുത്തുന്നവനാണ് ആ സച്ചി, അവനും അവൻ്റെ ഭാര്യ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങട്ടെ, റൂം പണി നടക്കാതിരിക്കട്ടെ, കടം വാങ്ങിക്കാൻ സമ്മതിക്കരുത്, ലോൺ എടുക്കാൻ രവി ശ്രമിക്കുമ്പം അത് പാടില്ലെന്ന് നമ്മൾ പറയണം, ഈ വയസ്സാം കാലത്ത് ഇനി ബാധ്യത വരുത്തി വെക്കരുതെന്ന് പറയണം. സച്ചിൻ രേവതി അങ്ങനെ സൂഹിക്കേണ്ടെന്നൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഉടനെ മഹിമ പറയാ, നിങ്ങളെന്താ പറഞ്ഞത്, അതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കൊക്കെ എടുത്ത് ഒപ്പിട്ടെടുക്കുക. അപ്പം ചോദിക്കുന്നുണ്ട് മധുസൂദനൻ, ഇതെന്തിനാ ഇപ്പം നീ ചെക്ക് എഴുതിയെടുത്ത 5 ലക്ഷം രൂപയുടെ ചെക്കൊക്കെ എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയാം, ഈ ചെക്കുമായിട്ട് ഞാൻ ചന്ദ്രോദയത്തിലേക്ക് പോവാ എന്ന് പറയാണ്. അപ്പോൾ മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചന്ദ്രോദയത്തിലേക്ക് ഈ ചെക്കുമായിട്ട് പോകുന്നത്? നിങ്ങൾ ഇത്ര പൊട്ടനാണോ, അവിടെ റൂം പണിയാൻ പോവല്ലേ, അതിനവർക്ക് പണം ഇല്ലാഞ്ഞിട്ടല്ലേ റൂം പണിയാത്തത്, ഞാൻ ഈ 5 ലക്ഷം രൂപ കൊടുത്ത് അവരെ സഹായിക്കാൻ പോവാ എന്ന് പറയാൻ. അപ്പോൾ ഉടനെ തന്നെ അയാൾ ചോദിക്കുക, നിനക്കെന്താ വട്ടുണ്ടോ, ആ സച്ചിക്ക് രേവതിക്ക് റൂം പണിയാൻ 5 ലക്ഷം രൂപ എടുത്ത് കൊടുക്കാൻ നിനക്കൊരു മടിയില്ലേ, വേറൊരു പണിയില്ലേ നിനക്ക്, സത്യം പറഞ്ഞുണ്ടല്ലോ അവനും അവളും ഒരിക്കലും റൂം പണിയരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ സന്തോഷിപ്പിക്കാൻ റൂം പണിയാൻ പണം ഇവിടുന്ന് കൊടുക്കാൻ, ഇതൊന്നും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം. നമുക്ക് ആ പണം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തൂടെ, അവരെ എന്തിനാ സഹായിക്കാൻ പോകുന്നത്, സച്ചി നമുക്ക് ദ്രോഹങ്ങൾ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, നമ്മളെ എല്ലായിടത്തും അപമാനിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെയുള്ളവരെ എന്തിനാ സഹായിക്കുന്നത്? അപ്പോൾ ഉടനെ മഹിമ പറയാം, നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ ഈ 5 ലക്ഷം രൂപയും കൊണ്ട് ചന്ദ്രോദയത്തിൽ പോവും, പക്ഷേ ഇത് ചിലവാകുകയില്ല, ഒന്നുമില്ല, ഇത് അതുപോലെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയാം. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്, ചന്ദ്രോദയത്തിൽ 5 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാൻ പോയിട്ട് പിന്നെ അത് ചിലവാകത്തില്ല, അതുപോലെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താന്ന് പച്ച തെളിച്ച് പറ മഹിമയെന്ന് പറയാം. അപ്പോൾ മഹിമ പറയുക, ഈ 5 ലക്ഷം രൂപ ഞാൻ അവിടെ കൊണ്ടുവരുന്ന റൂം പണിയാമെന്ന് പറഞ്ഞ് സംഭാവന കൊടുക്കും, പക്ഷേ സച്ചി ഉണ്ടല്ലോ, ആ ആത്മാഭിമാനി സച്ചി, അവനത് വാങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവൻ പറയും ഈ പണം വേണ്ടെന്ന്, രവിയും പറയും വേണ്ടെന്ന്, അവർക്ക് ആത്മാഭിമാനമാണല്ലോ വലുത്. അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പം അവിടെ ഒരു ബഹളം ഉണ്ടാവും, സച്ചി സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയും കടം വരുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദാനം കിട്ടുന്നത് വേണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ സുതി ഇളകും. അതുപോലെ ചന്ദ്രയും, അങ്ങനെ അവിടെ ചേട്ടനും അനിയനും അമ്മയൊക്കെ തമ്മിലൊരു വഴക്കുണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മോളെ ഇളക്കി വിടണമെന്നേ അവളുടെ അമ്മയായ ഞാൻ സമ്മാനമായിട്ട് അവിടെ കൊടുക്കുന്ന സാധനം വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും തമ്മിൽ ഒരു അടിയും കശപിശയും ഒക്കെ ഉണ്ടാവണം. ആ സച്ചി എന്ന് പറയുന്നവനെ എല്ലാവരും തള്ളിപ്പറയണം. അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഈ പണമായിട്ട് ഞാൻ തിരിച്ചിങ്ങി പോരും. പിന്നെ ആ ഒരു കാരണം പറഞ്ഞ് വഴക്കും വക്കാണെന്നും പറഞ്ഞ് നമ്മുടെ മോളെ വിളിച്ചിങ്ങി കൊണ്ടുവരികയും ചെയ്യാം. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നമുക്കങ്ങ് നടത്താം. അവിടെ ഒരു അടി ഉണ്ടാവുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയും.
അപ്പം മധുസൂദനൻ പറയാം, ആഹാ കൊള്ളാലോ മഹിമേ നിന്റെ ബുദ്ധി, എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു, ഇത് അപാരം തന്നെയാണ്. ആ നാടകങ്ങളിൽ നടക്കട്ടെ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ മഹിമ പതുക്കെ ചന്ദ്രോദയത്തിലേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. ആ സമയത്ത് ചന്ദ്രോദയത്തിലേക്ക് മഹിമ വരിക. മഹിമ വന്ന് കയറുന്ന കാണുമ്പോഴേ നമ്മുടെ ചന്ദ്ര, അയ്യോ മഹിമ വന്നോ, ആണ്ട് വർഷമോളെ, ശ്രീകാന്തേ എവിടെയാ നിങ്ങളുടെ അമ്മ വന്നിരിക്കുന്നു, വർഷയുടെ അമ്മ വന്നിരിക്കുന്നു, വാ കയറി വാ എന്നൊക്കെ പറയാണ്. മഹിമ ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചേ ഇല്ല, ഒന്നും വിശേഷിച്ചൊന്നും ഉണ്ടാക്കാനും പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കര വലിച്ചു പൊക്കി കയറ്റുക. മഹിമയാണേലും എന്താ മഹിമയെ വന്നത്, അല്ല എനിക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ മേലെന്നൊന്നും ഇല്ലല്ലോ, എൻ്റെ മോളെ ഇങ്ങോട്ടല്ലേ വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്നത്, അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ, എന്താ ചന്ദ്ര ഈ പറയുന്നത്? അതുകൊണ്ടല്ല, മഹിമ വന്നപ്പം വാ ഇരിക്ക്, ദേ രവിയേട്ടാ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ, വർഷമോളുടെ അമ്മ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പ് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ രവി അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെയുണ്ട്. അപ്പോൾ സച്ചിയും രേവതിയും ഉണ്ട് കേട്ടോ. സച്ചി അന്നേരം രേവതിയോട് പറയും, ഇവർക്കൊരു പണിയില്ല, വീണ്ടും വരിക, ഈ ഇടയ്ക്ക് വന്നപ്പോഴും ഇനി ഇങ്ങോട്ട് വരരുതെന്നും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നും പറഞ്ഞതാ, പിന്നെയും വലിഞ്ഞു കയറി വരുവാ നാണയില്ലാതെ. അപ്പോൾ രേവതി പറയാം, സച്ചിയേട്ടാ മിണ്ടാതെ, അവരുടെ മോളെ ഇങ്ങോട്ടല്ലേ വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ, അതുകൊണ്ടല്ലേ വന്നത്, പിന്നെ സച്ചിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് രേവതി ചോദിക്കുക. അപ്പോൾ സച്ചി പറയാം, എന്തെങ്കിലും കുരുട്ട് ബുദ്ധി ഒപ്പിക്കാനായിരിക്കും ഇവർ വന്നിരിക്കുന്നത്, ചുമ്മാ അതൊന്നും അവർ വരില്ല എന്ന് പറയാണ്. അപ്പം മഹിമയോടേക്ക് ചായ എടുത്തോണ്ട് വാ രേവതി എന്ന് പറയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. പെട്ടെന്ന് പോയി എടുത്തോണ്ട് വാ, മഹിമ വന്നത് കണ്ടില്ലേ നീ എന്നിട്ട് എന്താ വായി പൊളിച്ച് നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുക. അപ്പം ചച്ചി ഇങ്ങനെ സൂക്ഷിച്ച് ചന്ദ്രനെ നോക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ ചായയൊക്കെ എടുത്തിട്ട് വരികയാണ്. അങ്ങനെ വന്ന് ചായയൊക്കെ കൊണ്ട് മഹിമയ്ക്ക് കൊടുത്തു കഴിയുമ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഉടനെ രവിയോട് ചോദിക്കുക മഹിമ, അല്ല എന്താ രവിയേട്ടാ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു, ഇന്നലെ മോള് വിളിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുകളിൽ റൂം പണിയാൻ പോവാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറയാണ്. അപ്പോൾ രവി പറയാം, അങ്ങനെ ഒരു റൂം പണിയണമെന്നുണ്ടായിരുന്നു, കാരണം താഴെ 3 മുറികളേ ഉള്ളൂ, പിന്നെ സച്ചിക്കും രേവതിക്കും ആ മുറി ഇല്ലാത്തത്, അപ്പം അവർക്കും കൂടി ഒരു റൂം വേണ്ടേ, അതുകൊണ്ട് മുകളിൽ ഒരെണ്ണം കൂടി പണിതാലോ എന്നൊരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അത് നല്ല കാര്യമല്ലേ, ഇവർക്കൊക്കെ മുറിയുള്ളപ്പം പിന്നെ സച്ചിക്കും രേവതിക്കും മുറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ, അത് പണിയണമെന്നേ, വെച്ച് താമസിപ്പിക്കണ്ട എന്ന് പറയാണ് മഹിമ. കുറച്ച് പണത്തിൻ്റെയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പണിയാത്തത്, പണം ഓക്കെ ആകുമ്പോൾ അടുത്ത് തന്നെ പണി ആരംഭിക്കും എന്ന് പറയുമ്പം മഹിമ പറയാണ്, എങ്ങനെ പണം ഉണ്ടാക്കാനാണ് രവി ചിന്തിക്കുന്നത്, എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അത് ഞാൻ കുറച്ച് പണമൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, പിന്നെ ബാക്കി ഒരു ലോണോ വല്ലതും എടുത്തിട്ട് പണിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ മഹിമ പറയാം, ലോൺ എടുക്കാനോ, ഇപ്പം ഈ പെൻഷനറായിട്ടിരിക്കുന്ന രവി ലോൺ എടുത്താൽ അതുകൂടി ഒരു ബാധ്യതയാവുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. രവി പറയുന്നുണ്ട്, അതത്ര വലിയ ബാധ്യതയൊന്നും അല്ല, അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ മഹിമേ എന്ന് പറയുമ്പോൾ മഹിമ പറയാം, അതൊക്കെ വലിയ ബാധ്യതയാവും, ഇത്രയും പ്രായമായ രവിക്ക് ആര് ലോൺ തരാനാ, പിന്നെ സച്ചി ഒരു ഡ്രൈവറല്ലേ, അവൻ എവിടെ നിന്ന് പണം കിട്ടാനാ, പിന്നെ സുധി ബിസിനസ്സുകാരനാണ്, സുധിക്ക് അത്രയും പണം ഒപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എന്നാലും. അപ്പോൾ രവി പറയും, അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ എങ്ങനെയും പണം വാങ്ങിയിട്ട് ഇവരെല്ലാവരും വീട്ടിലേക്ക് ചിലവിന് പണം തരുന്നുണ്ട്, അതിൻ്റെ ബാലൻസ് ഉണ്ട്, അത് കൊടുത്ത് ഞങ്ങൾക്ക് ലോണൊക്കെ അടയ്ക്കാൻ പറ്റും, അതുകൊണ്ട് അങ്ങനെ ഒരു വഴിയാണ് ഞങ്ങൾ നോക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ മഹിമ പറയാം, അതൊക്കെ വലിയ ബാധ്യതയായി തീരുകയല്ലേ, ഇപ്പം സച്ചിയെ പോലെ അല്ലല്ലോ സുധി ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാ, പണത്തിനൊക്കെ ഒരുപാട് ആവശ്യമുള്ള ആളല്ലേ, പണം ഉണ്ടെങ്കിലും അത് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ പറയുമ്പോൾ സുധി അങ്ങ് പൊങ്ങിപ്പോവാ. സുധി പറയാം, ശരിയാ, എനിക്കാണെങ്കിൽ ഒരുപാട് പണത്തിൻ്റെ ആവശ്യമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഈ ലോൺ എടുത്ത് റൂം കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മഹിമ പറയാം, ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഈ ചെക്ക് എടുത്ത് രവിയുടെ നേരെ നീട്ടുക, എന്നിട്ട് പറയാം, ഈ ചെക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതങ്ങോട്ട് വാങ്ങണം എന്ന് പറയാണ്. അപ്പോൾ രവി ചോദിക്കുക, ഇതെന്താ മഹിമേ? അതെ, ഇതിനൊന്നും മുടക്ക് പറയണ്ട, ഇത് ഞാൻ എന്തിനാ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ റൂം പണിയാൻ വേണ്ടി പണത്തിൻ്റെ ആവശ്യമില്ലേ, അതുകൊണ്ട് ഞാൻ 5 ലക്ഷം രൂപയുടെ ചെക്ക് കൊണ്ടുവന്നാ, ഇതങ്ങോട്ട് വാങ്ങി റൂം പണിതോ, തൽക്കാലം ലോൺ എടുക്കുകയും ബാധ്യതയൊന്നും ഉണ്ടാക്കുകയും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ രവി പറയും, അതൊന്നും വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തോളാം, അതുകൊണ്ട് വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട് മഹിമ, അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ മോക്ക് ഞങ്ങളൊരു സമ്മാനം കൊടുക്കുന്നതായിട്ട് കരുതിയാൽ മതി, അവൾ ഈ വീട്ടിലല്ലേ ജീവിക്കുന്നത്, അതുപോലെ തന്നെ ഈ പണം പിന്നെ എപ്പോഴെങ്കിലും കിട്ടുമ്പം തിരിച്ചു തന്നാൽ മതി, അതൊരു ബാധ്യതയായിട്ടൊന്നും നിൽക്കണ്ട, നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ വർഷയും പറയുന്നുണ്ട്, ശരി അച്ഛാ, അമ്മ കൊണ്ടുവന്നതല്ലേ, എനിക്കൊരു സമ്മാനമായിട്ട് കൊണ്ടുവന്നതല്ലേ, അന്ന് AC കൊണ്ടുവന്നപ്പോഴും വേണ്ടാന്ന് പറഞ്ഞ് സച്ചിയേട്ടൻ തിരിച്ചു കൊടുത്തു, ഇതെങ്കിലും വാങ്ങണം, ഇല്ലേ അമ്മയെ അപമാനിച്ച് വിടുന്നതിന് തുല്യമാവില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രവിയൊന്നും മിണ്ടാതിരിക്കുമ്പം സുധിയും പറയാം, ശരിയാ അച്ഛാ, അത് വാങ്ങ്, ഇപ്പം നമുക്ക് പണത്തിനല്ലേ ആവശ്യം, അങ്ങനെയുള്ളപ്പം അത് വാങ്ങാതിരുന്നാൽ എങ്ങനെയാ, കടം വീണ്ടും വരുത്തി വെക്കേണ്ട കാര്യമില്ലല്ലോ
എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട്, അതെ ഇത് നല്ല കാര്യമാണ് മഹിമ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് രവിയേട്ടാ ഇത് സന്തോഷത്തോടെ വാങ്ങുക, മഹിമയ്ക്ക് സന്തോഷമാവട്ടെ, പിന്നെ നമുക്ക് കിട്ടുമ്പം തിരിച്ചു കൊടുക്കാം, തൽക്കാലം കാശിന് ആവശ്യമുള്ളപ്പം ഉപകരിക്കുമല്ലോ എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുമ്പോൾ സച്ചി പറയാം, വേണ്ട ഈ പണം ഇവിടെ വേണ്ട എന്ന് പറയാണ്. അപ്പോൾ മഹിമ ചോദിക്കുക, അതെന്താ ഈ പണം ഇവിടെ വേണ്ടാത്തെ, ഇത് വേണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, പല പ്രാവശ്യം അച്ഛൻ പറഞ്ഞല്ലേ ഒന്നും വേണ്ടാന്ന്, അവിടെ നിന്നൊന്നും കൊണ്ടുവരണ്ടാന്ന്, പിന്നെ നിങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്ന എന്തിനാ, AC കൊണ്ടുവന്നപ്പം ഞാൻ കാര്യം പറഞ്ഞല്ലേ നിങ്ങളോട്, ഈ പണം വേണ്ട, ഈ പണം വാങ്ങി റൂം കെട്ടിയിട്ട് എനിക്ക് കിടക്കണ്ട, റൂം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം റൂം, എന്നാലും വേണ്ടില്ല, ഇവരുടെ പണം വേണ്ട എന്ന് പറയുമ്പം സുധി ചാടി എണീറ്റിട്ട് പറയാം, എടാ അതെന്താടാ വേണ്ടെന്ന് പറയുന്നത്, ഇനിയും കടം വരുത്തി വെക്കാനായിട്ടാണോ, അവരുടെ പണം വാങ്ങിയ എന്താ നിനക്ക് കുഴപ്പം, നീ ഇങ്ങനെ എല്ലാ തീരുമാനവും ഒറ്റയ്ക്കെടുത്താലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വർഷം പറയാം, ശരിയാ സച്ചിയേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല, വേറെ ആരും അല്ലല്ലോ, എൻ്റെ അമ്മയല്ലേ പണം കൊണ്ടുവന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് പറയാണ്. അപ്പം ഉടനെ മഹിമയും പറയാം, ശരിയാ ഞാൻ എന്ത് കൊടുത്തന്നാലും എന്നെ നാണം കെടുത്തിയേ വിടുള്ളൂ, സച്ചി എല്ലാം ഒറ്റയ്ക്കങ്ങ് തീരുമാനിക്കും എന്ന് പറയുമ്പം സച്ചി പറയാം, ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നൊന്നുമല്ല, ഇതിവിടെ നടക്കുകയല്ല, നിങ്ങളുടെ പണം ഇവിടെ വേണ്ട. അപ്പോഴേക്കും സുധി പറയാം, എടാ എന്ന് പറഞ്ഞ് കഴുത്തിന് കുത്തിപ്പിടിക്കുക സച്ചിയുടെ, എന്നിട്ട് പറയാം, എടാ ആ പണം വാങ്ങിയാൽ എന്താടാ, പണം ഇവിടെ ആവശ്യമില്ലടാ, പിന്നെ നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീയാണ് ഇവിടുത്തെ വലിയ ആള്, നിനക്ക് തന്നെ ജീവിക്കണമെങ്കിൽ നീ നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് ഇറങ്ങി പോകണം, അല്ലാതെ ഇവിടെ ജീവിക്കുമ്പം എല്ലാവരുടെയും കൂടെ തീരുമാനം അംഗീകരിക്കണം എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയും, ഓഹോ അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം, അതാണ് നിങ്ങളുടെയൊക്കെ ആവശ്യമല്ലേ, ഞാനും എൻ്റെ ഭാര്യ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അധികം പറ്റാണല്ലേ എന്നൊക്കെ സച്ചിയും ചോദിക്കുക. അപ്പം മഹിമയാണെങ്കിലോ ഇതെല്ലാം കണ്ട് സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ദേ ഇവരാണ് കുടുംബം കലക്കാൻ വീണ്ടും വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം നിങ്ങളല്ലേ, നിങ്ങൾ എന്തിനാ ഈ പണവും പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഇവിടെ പണം ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ, ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തരാമോ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പം മഹിമ പറയാം, ശരി ഇങ്ങനെ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമൊക്കെ അഭിനയിച്ച് പോവുകയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ മഹിമയ്ക്ക് സന്തോഷം, അവിടെ ഒരു വലിയ വെടിക്കെട്ടും അടിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയല്ലോ, അങ്ങനെ കുത്തിത്തിരിപ്പൊക്കെ ആയിട്ട് വന്ന മഹിമ സന്തോഷിച്ചിറങ്ങി പോവാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്